സ്വാഗതം പേജ് 10 സ്റ്റോറീസിലേക്ക്. അമേരിക്കയെ മുൾമുനയിൽ നിർത്തുകയാണ് ഇറാൻ. ജോർദാനിൽ അമേരിക്കൻ സൈനികർ കൊല്ലപ്പെട്ടതോടെ ട്രംപ് വലിയ പ്രതിസന്ധിയിലാണ്. ഇറാൻ അവരുടെ ആക്രമണത്തിന്റെ വ്യാപ്തിയും ദിശയും മാറ്റിയെന്ന് അല്ലെങ്കിൽ കൂട്ടിയെന്ന് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു. അതുതന്നെയാണ് ജോർദാനിൽ നമ്മൾ കണ്ടത്. ഇവിടെ 2 അമേരിക്കൻ സൈനികരാണ് കൊല്ലപ്പെട്ടത്. ഒപ്പം ഒരാളെ കാണാതാവുകയും ചെയ്തു. അത്രത്തോളം വലിയ ആക്രമണമാണ് ഇറാൻ ജോർദാനിലെ അമേരിക്കൻ താവളത്തിൽ നടത്തിയത്. മറ്റു താവളങ്ങളിലും സമാനമായ ആക്രമണമാണ് നടത്തിയത് എന്നാണ് ഇറാന്റെ അവകാശവാദം. അക്കാര്യവും ഒടുവിൽ അമേരിക്കൻ സേനയ്ക്ക് ഇതുപോലെ, അതായത് ജോർദാനിലെ കാര്യങ്ങളെപ്പോലെ സമ്മതിക്കേണ്ടി വരും. അതാണ് സാഹചര്യം. വലിയ തേനീച്ചക്കൂട്ടിലാണ് താൻ കൈയിട്ടിരിക്കുന്നത് എന്ന് തിരിച്ചറിയുകയാണ് ട്രംപ്. ജിമ്മി കാർട്ടറെ പോലെ ആകുമോ താനും ചരിത്രത്തിൽ അടയാളപ്പെടുത്തുക എന്ന പേടിയാണ് ട്രംപിന് ഇപ്പോഴുള്ളത്. കാർട്ടറുടെ ജീവചരിത്രകാരനായ ജൊനാഥൻ ആർട്ടറുടെ വാക്കുകളാണ് ഞാൻ പറഞ്ഞത്. കാർട്ടറുടെ കാലത്ത് 8 അമേരിക്കൻ സൈനികരാണ് ഇറാനിൽ കൊല്ലപ്പെട്ടത് എങ്കിൽ ട്രംപിൻ്റെ കാലത്ത് ഇറാൻ കാരണം കൊല്ലപ്പെട്ട സൈനികരുടെ എണ്ണം 16 ആയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഡെമോക്രാറ്റായ ജിമ്മി കാർട്ടർക്കെതിരെ നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്ന തെറികളെല്ലാം ട്രംപ് നിർത്തിയിരിക്കുകയാണ്. അമേരിക്കയെ മറക്കാനാകാത്ത പാഠം പഠിപ്പിക്കുമെന്നാണ് ഇറാന്റെ പരമോന്നത നേതാവ് മുജ്തബ ഖമനയുടെ പുതിയ പ്രസ്താവന. ട്രംപിന്റെ ഒപ്പിന് ഒരു വിലയുമില്ലെന്ന് തെളിഞ്ഞെന്നും അദ്ദേഹം പറയുന്നു. ഇറാൻ പുതിയ യുദ്ധതന്ത്രങ്ങളിലേക്ക് കാര്യങ്ങളെ കൊണ്ടുപോകുന്നു എന്നുള്ള കൃത്യമായ സന്ദേശമാണ് മുജ്തബയുടെ വാക്കുകളിൽ ഉള്ളത് എന്നാണ് വിലയിരുത്തൽ. അതിനിടെ ടെഹ്റാനിലെ തെരുവുകളിൽ ട്രംപിൻ്റെയും കുടുംബത്തിൻ്റെയും ശവമഞ്ചങ്ങളുടെ ചിത്രങ്ങളുള്ള ബിൽബോർഡുകൾ സ്ഥാപിച്ച് രക്തത്തിന് പകരം രക്തം എന്ന കടുത്ത പ്രതികാര സന്ദേശം ഇറാൻ നൽകുകയാണ്. ഗൾഫ് രാജ്യങ്ങളിലെ ആക്രമണത്തിനൊപ്പം അമേരിക്കൻ സേനയുടെ ആയുധങ്ങൾക്കും ഇറാൻ കനത്ത നാശം വിതയ്ക്കുന്നത് തുടരുകയാണ്. അമേരിക്കയുടെ 30ാം MQ റീപ്പർ ഡ്രോണിനെയും വെടിവെച്ചിട്ടു എന്നാണ് ഇറാൻ വിപ്ലവ സേന ഏറ്റവും ഒടുവിലായി അറിയിക്കുന്നത്. വാർത്തകളുടെ ഉള്ളറിയുന്ന വീഡിയോയിലേക്ക് നമുക്ക് വിശദമായി പോകാം. ജോർദാനിൽ ഇറാൻ നടത്തിയ കനത്ത ആക്രമണത്തിന്റെ കൂടുതൽ വിശദാംശങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ആദ്യം അതിലേക്ക് പോകാം. ഇവിടെ 2 അമേരിക്കൻ സൈനികരാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കൊല്ലപ്പെട്ടത്. അമേരിക്കയുടെ പ്രതിരോധ സംവിധാനങ്ങളെല്ലാം നിഷ്പ്രമമാക്കി കളഞ്ഞു ഇറാൻ. അതിശക്തമായ മിസൈൽ ഡ്രോൺ ആക്രമണമാണ് ജോർദാനിലെ മുവാഫക് സാൽറ്റി വ്യോമതാവളത്തിൽ ഇറാൻ നടത്തിയത്. മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ച് കൂട്ടത്തോടെയുള്ള ആക്രമണമാണ് ഇറാൻ ഇവിടെ നടത്തിയത് എന്നാണ് റിപ്പോർട്ട്. ഒരേ സമയം 10 ബാലിസ്റ്റിക് മിസൈലുകളും നിരവധി ആത്മഹത്യാ ഡ്രോണുകളുമാണ് ഇറാൻ ഇവിടേക്ക് തൊടുത്തുവിട്ടത്. ഈ ആക്രമണ തന്ത്രത്തിന് മുന്നിൽ അമേരിക്കയുടെ അത്യാധുനിക പാട്രിയോട്ടിക് വ്യോമ പ്രതിരോധ സംവിധാനം, അതായത് കൃത്യമായി പറഞ്ഞാൽ പാട്രിയോട്ട് PAC-3ക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. മിക്ക ഡ്രോണുകളും താവളത്തിനുള്ളിൽ പതിച്ചു. ഒപ്പം 2 ശക്തിയാർന്ന ബാലിസ്റ്റിക് മിസൈലുകളും അവിടേക്ക് വീണു. ഇതോടെ സൈനികരുടെ ബാരക്കുകളിലും ഇന്ധന സംഭരണ കേന്ദ്രങ്ങളിലും വലിയ രീതിയിലുള്ള തീപിടുത്തവും സ്ഫോടനവും ഉണ്ടായി. ഇങ്ങനെയാണ് 2 അമേരിക്കൻ സൈനികരുടെ ജീവൻ നഷ്ടമായത്. മാത്രമല്ല, ഒരാളെ കാണാതാവുകയും ചെയ്തു. മിസൈൽ നേരിട്ട് പതിച്ച കെട്ടിടങ്ങൾ പൂർണ്ണമായി തകർന്നു. അവശിഷ്ടങ്ങൾക്കിടയിൽ സൈനികർ കുടുങ്ങിക്കിടന്നു. ഇവിടെ നിന്ന് ഗുരുതര പരിക്കുകളോടെ 4 സൈനികരെ കണ്ടെത്തി. പക്ഷേ ഒരു സൈനികനെ ഇതുവരെ, ഈ വീഡിയോ തയ്യാറാക്കുന്നതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അയാളെ കണ്ടെത്താനുള്ള അത്യാധുനിക തിരച്ചിൽ ഊർജിതമായി തുടരുകയാണ് എന്നാണ് അമേരിക്കൻ സെൻട്രൽ കമാൻഡ് അറിയിച്ചിരിക്കുന്നത്. ഈ സൈനികരും മരിച്ചു എന്നുള്ള അനൗദ്യോഗിക സൂചനകളും പുറത്തു വരുന്നുണ്ട്. താവളത്തിലെ കമാൻഡ് ആൻഡ് കൺട്രോൾ സെൻറ്റർ, ഡ്രോൺ ഹാങ്ങറുകൾ എന്നിവയെല്ലാം തകർന്നു എന്നാണ് റിപ്പോർട്ടുകളുള്ളത്. താവളത്തിൽ പാർക്ക് ചെയ്തിരുന്ന F-16, F-35 യുദ്ധവിമാനങ്ങൾക്കും കേടുപാടുകൾ സംഭവിച്ചുവെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ തന്നെ സ്ഥിരീകരിക്കുന്നുണ്ട്. അമേരിക്ക ജോർദാൻ താവളത്തിലെ നാശനഷ്ടങ്ങൾ മൂടിവെക്കുകയാണ് എന്നുള്ള ഒരു ആക്ഷേപവും ഉയർന്നു വരുന്നുണ്ട്. കാരണം അതീവ സുരക്ഷിതമായ കേന്ദ്രത്തിലേക്കാണ് ഇറാൻ കനത്ത ആക്രമണം നടത്തുകയും അത് അമേരിക്കയുടെ പ്രതിരോധ സംവിധാനങ്ങളെ മറികടന്ന് വലിയ നാശനഷ്ടവും ജീവഹാനിയും ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് ട്രംപിനും അമേരിക്കൻ സേനയ്ക്കും വലിയ നാണക്കേടും തിരിച്ചടിയുമാണ്. ഇതിന് പ്രതികാരമായി ഇറാന്റെ തെക്ക് പടിഞ്ഞാറൻ മേഖലയിൽ നിർമ്മാണത്തിലിരിക്കുന്ന ഡാർക്കോവിൻ ആണവ നിലയത്തിന് നേരെ അമേരിക്ക മിസൈൽ ആക്രമണം നടത്തിയെന്നാണ് ഏറ്റവും ഒടുവിൽ വരുന്ന റിപ്പോർട്ട്. എന്തായാലും ഈ യുദ്ധം തുടങ്ങിയ ശേഷം ഇതുവരെ 16 സൈനികരാണ് ഇറാൻ കാരണം കൊല്ലപ്പെട്ടത്. യുദ്ധം തുടങ്ങിയ സമയത്ത്, അതായത് മാർച്ച് 1-ന് കുവൈറ്റിലെ പോർട്ട് ഷുഹൈബിലുള്ള അമേരിക്കൻ താവളത്തിന് നേരെ ഇറാൻ നടത്തിയ ഡ്രോൺ ആക്രമണത്തിൽ 6 സൈനികർ കൊല്ലപ്പെട്ടിരുന്നു. 6 അമേരിക്കൻ സൈനികർ കൊല്ലപ്പെട്ടിരുന്നു. അതിനുശേഷം ഇപ്പോൾ ജോർദാനിലാണ് ഇറാന്റെ നേരിട്ടുള്ള ആക്രമണത്തിൽ അമേരിക്കൻ സൈനികർ കൊല്ലപ്പെടുന്നത്. ഇതോടെയാണ് പണ്ട് ഇറാനിൽ തൊട്ട് കൈപൊള്ളിയ അമേരിക്കൻ പ്രസിഡന്റായ ജിമ്മി കാർട്ടറെ എല്ലാവരും ഓർക്കുന്നത്. ചരിത്രം ആവർത്തിക്കപ്പെടുകയാണോ എന്നുള്ളതാണ് ചോദ്യം. ജിമ്മി കാർട്ടറുമായി ട്രംപിനെ പല മാധ്യമങ്ങളും താരതമ്യം ചെയ്യാൻ തുടങ്ങിയിരിക്കുകയാണ്. കുറച്ച് ചരിത്രം പറയാം, പെട്ടെന്ന് യാഥാർത്ഥ്യങ്ങളിലേക്ക് നമുക്ക് തിരിച്ചെത്താം. 1980-ൽ ഇറാനിലെ അമേരിക്കൻ എംബസിയിൽ തടവിലാക്കപ്പെട്ട നയതന്ത്രജ്ഞരെ മോചിപ്പിക്കാൻ ജിമ്മി കാർട്ടർ നടത്തിയ ഓപ്പറേഷൻ ഈഗിൾ ക്ലോയിലാണ്
8 സൈനികർ അന്ന് അമേരിക്കൻ സൈനികർ കൊല്ലപ്പെട്ടത്. തുടർന്ന് കാർട്ടർക്കെതിരെ വലിയ രീതിയിൽ പ്രതിഷേധം അമേരിക്കയിൽ ഉണ്ടാവുകയും അദ്ദേഹം അടുത്ത തെരഞ്ഞെടുപ്പിൽ തോൽക്കുകയുമായിരുന്നു. ഇറാൻ കാരണം കാർട്ടറെ പോലെ ട്രംപിനെയും പണപ്പെരുപ്പവും ജനപിന്തുണയില്ലായ്മയും ഇപ്പോൾ വേട്ടയാടുകയാണ്. അതാണ് യാഥാർത്ഥ്യം. 1980 കാർട്ടറും ഹോർമൂസ് കടലിടുക്കിൽ ഒരു പ്രതിസന്ധി നേരിട്ടിരുന്നു. അന്ന് ഇറാന്റെ ഗാർഗ് ദ്വീപ് ആക്രമിക്കാൻ കാർട്ടർ ആലോചിച്ചുവെങ്കിലും പിന്നീട് അതിൻ്റെ പ്രത്യാഘാതം ഭയന്ന് അദ്ദേഹം അത് വേണ്ടെന്ന് വെച്ചു. എന്നാൽ ട്രംപ് ഗാർഗ് ദ്വീപ് ആക്രമിച്ച് ഇന്ധനവില കൂട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കി. അടുത്ത കാലത്തായി ട്രംപ് മുൻ പ്രസിഡന്റുമാരുടെ ചരിത്രങ്ങൾ ഇടയ്ക്കിടെ പരാമർശിക്കാറുണ്ട്. ഹെർബർട്ട് ഹൂവർ നേരിട്ടതുപോലെയുള്ള സാമ്പത്തിക ദുരന്തം ഒഴിവാക്കാൻ വേണ്ടിയാണ് ജൂണിൽ ഇറാനുമായി വെടിനിർത്തലിന് ശ്രമിച്ചത് എന്നാണ് ട്രംപ് അടുത്ത സമയത്ത് പറഞ്ഞത്. ഞാൻ ചരിത്രം നന്നായി പഠിക്കുന്നയാളാണ് എന്ന് ട്രംപ് ഈ ആഴ്ചയും പറഞ്ഞു. പക്ഷേ ആ ചരിത്രത്തിൽ നിന്ന് ട്രംപ് ഒന്നും പഠിച്ചില്ല എന്നാണ് ചരിത്രകാരന്മാർ പോലും മാധ്യമങ്ങളിലെ അവരുടെ ലേഖനങ്ങളിൽ പറയുന്നത്. ഹോർമൂസ് കടലിടുക്കിൻ്റെ ചരിത്രവും ഭൂമിശാസ്ത്രവും മനസ്സിലാക്കി കാർട്ടറുടെ അനുഭവങ്ങളിൽ നിന്ന് ട്രംപ് ഒന്നും പഠിച്ചില്ല എന്നാണ് ജോർജ് മേഴ്സൺ യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസർ ജെയിംസ് പി ഫിഫ്നർ അഭിപ്രായപ്പെട്ടത്. ചരിത്രത്തിൽ നിന്ന് ഇന്നത്തെ സാഹചര്യത്തിലേക്ക് നമുക്ക് തിരിച്ചെത്തിയാൽ ഗൾഫ് രാജ്യങ്ങളിലെ അമേരിക്കൻ അസറ്റുകളെ ലക്ഷ്യം വയ്ക്കുന്നത് പോലെ തന്നെ അമേരിക്കൻ ആയുധങ്ങളെയും ഇറാൻ ലക്ഷ്യം വയ്ക്കുന്നത് അല്ലെങ്കിൽ തകർക്കുന്നത് തുടരുകയാണ്. ഇറാന്റെ തസ്നീം ന്യൂസ് ഏജൻസി റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് തെക്ക് പടിഞ്ഞാറൻ ഇറാന്റെ വ്യോമാതിർത്തിക്കുള്ളിൽ കടന്ന MQ-9 റീപ്പർ ഡ്രോണിനെ ആഹ്വാസ് നഗരത്തിന് മുകളിൽ വെച്ച് ഇറാൻ വെടിവെച്ചിട്ടു. കഴിഞ്ഞ 8 ദിവസത്തിനിടെ ഇറാൻ വെടിവെച്ചിടുന്ന 4ാമത്തെ MQ-9 ഡ്രോണാണ് ഇത്. നിരീക്ഷണത്തിനും ആക്രമണത്തിനും ഉപയോഗിക്കുന്ന വളരെ ചെലവേറിയ അത്യാധുനികമായ ഡ്രോൺ വിഭാഗത്തിൽപ്പെട്ടതാണ് ഇത്. വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾക്ക് എളുപ്പത്തിൽ കണ്ടെത്താൻ കഴിയാത്തവയാണ് ഇവയെന്നാണ് അവകാശപ്പെടുന്നത്. യുദ്ധം ആരംഭിച്ചതു മുതൽ ഇതുവരെ 150-ലധികം അമേരിക്കൻ ഡ്രോണുകൾ തങ്ങൾ തകർത്തതായും ഇതിൽ 30ഓളം എണ്ണം MQ-9 റീപ്പർ ഡ്രോണുകളാണ് എന്നും ഇറാൻ അവകാശപ്പെടുന്നു. മാർച്ച് ആദ്യവാരത്തിൽ അമേരിക്കൻ പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെക്സത്ത് പറഞ്ഞത് ഇറാന്റെ വ്യോമ അതിർത്തി പൂർണ്ണമായും അമേരിക്കയുടെ നിയന്ത്രണത്തിലാണ് എന്നാണ്. പക്ഷേ തങ്ങളുടെ പക്കൽ അത്യാധുനിക വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഉണ്ടെന്ന ഇറാന്റെ വാദത്തെ ശരിവയ്ക്കുന്ന രീതിയിലാണ് കാര്യങ്ങൾ ഇപ്പോൾ പോകുന്നത്. പ്രതിരോധ സെക്രട്ടറിയുടേത് വീരവാദം മാത്രമായി മാറുകയാണ് എന്നാണ് വിമർശനം. 2024 കണക്കനുസരിച്ച് ഒരു MQ ഡ്രോണിൻ്റെ ശരാശരി നിർമ്മാണ ചെലവ് $34 ദശലക്ഷം, ഏകദേശം 280-ലധികം കോടി രൂപയാണ്. 4 മാസത്തിനുള്ളിൽ 30 ഡ്രോണുകൾ യഥാർത്ഥത്തിൽ വെടിവെച്ചിട്ടുണ്ട് എങ്കിൽ അല്ലെങ്കിൽ വെടിവെച്ച് തകർത്തിട്ടുണ്ട് എങ്കിൽ അത് അമേരിക്കൻ സൈന്യത്തിന് $1 ബില്യൺ അതായത് 100 കോടിയിലധികം ഡോളർ നഷ്ടമുണ്ടാക്കിയിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അമേരിക്കയുടെ ഡ്രോൺ ശേഖരത്തിൻ്റെ 20% ഇറാൻ ഇങ്ങനെ തകർത്തത് എന്നാണ് ബ്ലൂംബർഗ് പോലുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അതായത് ഇറാന്റെ ശക്തമായ വ്യോമ പ്രതിരോധ നിരയ്ക്ക് മുന്നിൽ അമേരിക്കയുടെ ഇത്തരം അതിനൂതനമായ ഡ്രോണുകൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല എന്നാണ് പ്രതിരോധ വിദഗ്ധർ വിലയിരുത്തുന്നത്. വൻതോതിൽ ഡ്രോണുകൾ നഷ്ടപ്പെടുന്നുണ്ട് എങ്കിലും പൈലറ്റുമാരുടെ ജീവൻ അപകടത്തിലാക്കാതിരിക്കാൻ അവരെ രക്ഷിക്കാൻ വേണ്ടി അമേരിക്ക ഡ്രോണുകളുടെ ഉപയോഗം ഇറാന് മുകളിൽ പ്രയോഗിക്കുന്നത് തുടരുകയാണ് എന്നാണ് വിലയിരുത്തൽ. അതിനിടെ ദൂരവ്യാപകമായ ആഘാതം വ്യക്തമായി പറയുന്നതും അമേരിക്കയെ മുൾമുനയിൽ നിർത്തുന്നതുമായ പ്രസ്താവനയുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ഇറാന്റെ പരമോന്നത നേതാവ് മൊജ്തബ ഖമനേയി. അമേരിക്ക ധാരണകൾ തുടർച്ചയായി ലംഘിക്കുന്നത് വഴി ട്രംപിൻ്റെ ഒപ്പിന് ഒരു വിലയുമില്ലാതായെന്നും അത് വിശ്വസിക്കാൻ കൊള്ളാത്തതാണ് എന്ന് വീണ്ടും തെളിഞ്ഞെന്നുമാണ് ഖമനേയി പ്രസ്താവനയിൽ പറഞ്ഞത്. അമേരിക്ക ഇറാനിലെ സിവിലിയൻ കേന്ദ്രങ്ങളെ, സാധാരണക്കാരെ ലക്ഷ്യമാക്കി ആക്രമണം തുടർന്നാൽ ഇറാൻ ജനതയും പ്രതിരോധ സഖ്യങ്ങളും ചേർന്ന് അമേരിക്കയ്ക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത പാഠം പഠിപ്പിക്കുമെന്നാണ് മൊജ്തബയുടെ മുന്നറിയിപ്പിൽ പറയുന്നത്. അഹങ്കാരം, ഏകപക്ഷീയമായ നിലപാടുകൾ, ക്രൂരത എന്നിവയാണ് അമേരിക്കൻ നയങ്ങളുടെ അടിസ്ഥാനമെന്നും അദ്ദേഹം ആരോപിക്കുന്നു. ഇറാൻ താൽക്കാലിക കരാറിൽ നിന്ന് പിന്മാറിയെന്ന് അദ്ദേഹം ഔദ്യോഗികമായി പ്രഖ്യാപിക്കുകയും ചെയ്തു. ഈ പ്രസ്താവനയിലൂടെ വളരെ ശക്തമായ സന്ദേശമാണ് മൊജ്തബ ഖമനേയി ലോകത്തിന് തന്നെ നൽകിയിരിക്കുന്നത് എന്ന് തന്നെ പറയാം. ഈ യുദ്ധം ഉടനെ ഒന്നും ശമിക്കില്ല എന്നും പൂർണ്ണ യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുമെന്നുമാണ് അദ്ദേഹം നൽകുന്ന മുന്നറിയിപ്പ്. ഗൾഫിലേക്കും പശ്ചിമേഷ്യയിലെ മറ്റ് അമേരിക്കൻ കേന്ദ്രങ്ങളിലേക്കും വലിയ ആക്രമണങ്ങളാണ് വരാനിരിക്കുന്നത് എന്നാണ് അദ്ദേഹത്തിൻ്റെ പ്രസ്താവനയിൽ ഒളിഞ്ഞിരിക്കുന്ന കാര്യം. ഇതോടൊപ്പം ഹൂതികൾ ചെങ്കടലിലെ തന്ത്രപ്രധാനമായ ബാബ് അൽ മന്ദേബ് കടലിടുക്ക് പൂർണ്ണമായും അടയ്ക്കുമെന്നുള്ള സൂചനകളും മൊജ്തബയുടെ പ്രസ്താവനയ്ക്ക് പിന്നാലെ വരുന്നുണ്ട്. മൊജ്തബയുടെ നിർദ്ദേശത്തിനായി കാത്തിരിക്കുകയാണ് എന്നാണ് കഴിഞ്ഞ ദിവസം ഹൂതികൾ പറഞ്ഞത്. മാത്രമല്ല ട്രംപിൻ്റെ ഒപ്പിന് യാതൊരു വിലയുമില്ല എന്നുള്ള പ്രസ്താവനയിലൂടെ അമേരിക്കയുമായി
ഇനി യാതൊരുവിധ ചർച്ചകൾക്കോ ഒത്തുതീർപ്പുകൾക്കോ ഇറാൻ തയ്യാറാകില്ല എന്നുള്ള ഒരു സൂചന കൂടിയാണ് ഖമനേയി വ്യക്തമാക്കുന്നത് എന്നാണ് വിലയിരുത്തൽ. അതായത് ഖത്തറിൻ്റെയും പാകിസ്ഥാൻ്റെയും മധ്യസ്ഥതയിലുള്ള ചർച്ചകളെല്ലാം വഴിമുട്ടി എന്ന് തന്നെ നമുക്ക് ഈ അവസരത്തിൽ പറയാം. ഇതിനൊപ്പമാണ് കടുത്ത പ്രതികാര സന്ദേശവും ഇറാൻ ഭരണകൂടം നൽകുന്നത്. ടെഹ്റാനിലെ പ്രധാന കവലകളിൽ ട്രംപിൻ്റെയും കുടുംബത്തിൻ്റെയും ശവമഞ്ചങ്ങളുടെ ചിത്രങ്ങളുള്ള ബിൽ ബോർഡുകൾ ഉയർന്നിരിക്കുകയാണ്. ആയത്തുള്ള അലി ഖമനയുടെയും കുടുംബത്തിൻ്റെയും രക്തസാക്ഷിത്വത്തിന് പ്രതികാരമായി ട്രംപിനെയും കുടുംബത്തെയും കൂട്ടത്തോടെ ഇല്ലാതാക്കുമെന്നാണ് ഈ ബോർഡുകളിലൂടെ ഇറാൻ പറയുന്നത്. ഇറാൻ ഇൻസ്റ്റിറ്റ്യൂട്ടുകളും ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡുമായി ബന്ധപ്പെട്ട സംഘടനകളും ചേർന്നാണ് ഈ ബോർഡുകൾ ടെഹ്റാനിലാകെ സ്ഥാപിച്ചിരിക്കുന്നത്. ടെഹ്റാനിലെ പലസ്തീൻ സ്ക്വയറിൽ സ്ഥാപിച്ച ബിൽ ബോർഡിൽ ട്രംപ്, ഭാര്യ മെലാനിയ, അവരുടെ 5 മക്കൾ എന്നിവരുടെ ചിത്രങ്ങൾ അമേരിക്കൻ പതാക പുതപ്പിച്ച ശവമഞ്ചങ്ങൾക്ക് മുകളിലായി കാണാം. ടെഹ്റാനിലെ എൻഗലാബ് സ്ക്വയറിൽ സ്ഥാപിച്ച മറ്റൊരു ഭീമാകാരമായ ബിൽ ബോർഡിൽ ട്രംപ് കറുത്ത ശവപ്പെട്ടിയിൽ കണ്ണുകൾ അടച്ചു കിടക്കുന്ന ചിത്രത്തിനൊപ്പം ഞങ്ങൾ ട്രംപിനെ കൊല്ലും എന്ന് പേർഷ്യൻ ഭാഷയിലും ഇംഗ്ലീഷിലും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ട്രംപിലും അമേരിക്കയിലും ഭീതി പടർത്താനും തങ്ങൾ ലക്ഷ്യത്തിൽ നിന്ന് പിന്മാറിയിട്ടില്ല എന്ന് അന്താരാഷ്ട്ര സമൂഹത്തെ കാണിക്കാനും ഇറാൻ പൊതു ഇടങ്ങളെ യുദ്ധപ്രചാരണ ആയുധങ്ങളാക്കി മാറ്റുകയാണ് അല്ലെങ്കിൽ ഉപയോഗിക്കുകയാണ് എന്നാണ് വിലയിരുത്തൽ. അതും ഇറാൻ്റെ തന്ത്രങ്ങളിൽപ്പെട്ടതാണ് എന്നാണ് അന്താരാഷ്ട്ര വിദഗ്ധരെല്ലാം പറയുന്നത്. എന്തായാലും അമേരിക്കൻ സൈനികർ വീണ്ടും കൊല്ലപ്പെട്ടത് ട്രംപിന് വല്ലാത്ത പ്രതിസന്ധി സൃഷ്ടിച്ചിരിക്കുകയാണ് എന്നാണ് അമേരിക്കൻ രാഷ്ട്രീയ വിദഗ്ധരെല്ലാം ഒരേ സ്വരത്തിൽ പറയുന്നത്. ഇതുവരെ ട്രംപിൻ്റെ ഭരണകൂടത്തിന് അനുകൂലമായ നിന്ന ഒരു കാര്യം ഇറാൻ യുദ്ധം വളരെ അകലെയാണ് നടക്കുന്നത് എന്നതായിരുന്നു. എന്നാൽ അമേരിക്കൻ സൈനികർ വീണ്ടും കൊല്ലപ്പെട്ടതോടെ അതിൻ്റെ സ്വഭാവം മാറുകയാണ്. ഇറാനിൽ നിന്ന് പിന്മാറണമെന്ന ഒരു പൊതുവികാരം അമേരിക്കക്കാർക്കിടയിൽ വീണ്ടും ഉയരുകയാണ് എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ഇത്തരം ഇടപെടലുകളിൽ അമേരിക്ക ഭാഗമാകാൻ പാടില്ല എന്ന് ഭൂരിഭാഗം അമേരിക്കക്കാരും ആഗ്രഹിക്കുന്നു എന്നാണ് റിപ്പോർട്ട്. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ ട്രംപിനും ഭരണകൂടത്തിനും നിരവധി കടുത്ത ചോദ്യങ്ങൾക്ക് മറുപടി നൽകേണ്ടി വരും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അത് നവംബറിലെ ഇടക്കാല തെരഞ്ഞെടുപ്പിനെ ബാധിക്കുമെന്നും അമേരിക്കൻ രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നു. ഇറാൻ കൂടുതൽ കൃത്യതയാർന്ന ആക്രമണത്തിലേക്ക് കടന്നതോടെ ട്രംപ് വീണ്ടും ചർച്ചയുടെ പാതയിലേക്ക് കാര്യങ്ങളെ എത്തിക്കുമോ എന്നതാണ് ഇനി നോക്കിക്കാണേണ്ട കാര്യം. പക്ഷേ ഇനി ചർച്ചയില്ല എന്നുള്ള മൊചിതബയുടെ പ്രസ്താവന മധ്യസ്ഥരെ തന്നെ ആശയക്കുഴപ്പത്തിലാക്കുന്നതുമാണ്. ഇതാണ് പശ്ചിമേഷ്യയുമായി ബന്ധപ്പെട്ട് ഏറ്റവും ഒടുവിലായി പറയാൻ പറ്റുന്ന കാര്യങ്ങൾ. അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. കൂടുതൽ അപ്ഡേറ്റുകളുമായി അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം.